ഹായ്, ഇപ്പോൾ ഞാനൊരു ഈവനിങ് ടീ ബ്രേക്ക് എടുത്തതാണ് ഫ്രം വർക്ക്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. സെപ്റ്റോപ്ലാസ്റ്റി സർജറി, മൈ എക്സ്പീരിയൻസ്. സോ എനിക്ക് കുറച്ച് നാൾ തൊട്ട് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു ഒരു നോസിൽ. അപ്പോൾ ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ചെടുത്ത് തീരുമാനിച്ചതാണ് നാട്ടിൽ വരുമ്പോൾ ചെയ്യണമെന്ന്. സോ നാട്ടിൽ വന്നിട്ട് ഡോക്ടറിനെ കണ്ട് വിവരം പറഞ്ഞു. ഡോക്ടർ എൻഡോസ്കോപ്പിക്ക് എഴുതി. സോ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള നോസിൽ ബോൺ ഗ്രോത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്തു ദാറ്റ് വി വിൽ റിമൂവ് ബൈ പെർഫോമിങ് സെപ്റ്റോപ്ലാസ്റ്റി സർജറി. അങ്ങനെ ഓപ്പറേഷൻ്റെ തലേന്ന് രാത്രി അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, ഇഫ് ട്യൂസ്ഡേ ഇസ് ദ സർജറി ഡേ, മൺഡേ നൈറ്റ് 7 PM അഡ്മിറ്റ് ചെയ്യണം. സോ ദിസ് ഈസ് മൈ കേസ്. ഇറ്റ് മേ ബി ഡിഫറെൻറ്റ് ഫോർ അനദർ പേഴ്സൺ. സോ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അന്ന് രാത്രി തന്നെ പ്രീ സർജറി പ്രിപ്പറേഷൻ ആണ് ലൈക്ക് ട്രിപ്പ് ഇടുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ തലേന്ന് രാത്രിയിൽ 12 മണിക്ക് ശേഷം ടിൽ ആ സർജറി കഴിയുന്നിടം വരെ ഒന്നും കഴിക്കാനോ കുടിക്കാനോ, ഈവൻ വെള്ളം പോലും നമുക്ക് കുടിക്കാൻ പാടില്ല. സോ അതുകൊണ്ട് തന്നെ ക്ഷീണം വരാതിരിക്കാൻ ട്രിപ്പ് ഇട്ടായിരുന്നു തലേന്ന് രാത്രി തന്നെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലോവർ പാർട്ട് ഷേവ് ചെയ്യും. അതിനവർ റീസൺ പറഞ്ഞ് ഇൻ കേസ് ഓഫ് എമർജൻസി ഒക്കെ വരുവാണെങ്കിൽ അന്നേരം ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ടാണ് ഈവൻ ഇറ്റ് ഈസ് നീസൽ സർജറി ആയാലും നമ്മുടെ ലോവർ പാർട്ട് ഷേവ് ചെയ്യുന്നത്. സോ അത്രയുമായിരുന്നു തലേ ദിവസത്തെ പ്രൊസീജിയർ. പിന്നെ സർജറി ദിവസം 9 മണിക്ക് ശേഷമായിരുന്നു എൻ്റെ സർജറി പറഞ്ഞിരുന്നത്. സോ എപ്പോൾ വേണമെങ്കിലും ആവാം. സോ സർജറി ദിവസം എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. ജനറൽ അനസ്തേഷ്യയാണ് തന്നത്. മൂക്കായതുകൊണ്ട് ലോക്കൽ അനസ്തേഷ്യ പറ്റില്ലെന്ന് പറഞ്ഞു. സോ അതിനുശേഷം നമ്മളെ മയക്കി കിടത്തി സർജറി ചെയ്യുന്നത്, അത് ഒബ്വിയസ്ലി നമ്മളറിയില്ലല്ലോ. കണ്ണ് തുറക്കുമ്പോൾ ഞാൻ ഒബ്സർവേഷൻ റൂമിലാണ്. എനിക്ക് മൂക്കിൽ കൂടി ശ്വാസം എടുക്കാൻ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് മൂക്ക് 1 ഡേ, അതായത് സർജറി ചെയ്തതിന് ശേഷം ഫുൾ 1 ഡേ ബ്ലോക്ക് ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ആ ഫുൾ 1 ഡേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മൗത്തിൽ കൂടെ ശ്വാസം എടുക്കണം. സോ അപ്പം ആ ഒരു ഡിഫിക്കൾട്ട് പാർട്ടെന്ന് പറയുന്നത്, യു ക്യാൻ ഇമാജിൻ ദ സിറ്റുവേഷൻ ഓഫ് ബ്രീത്തിങ് ത്രൂ മൗത്ത് ദ എൻറ്റയർ 1 ഡേ. സോ നമ്മൾ മൗത്തിൽ കൂടെ ഒരു ഫുൾ ഡേ ബ്രീത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല, നല്ല ഡിഫിക്കൽട്ടിയാണ്. ലൈക്ക് നമുക്ക് മൗത്ത് പെട്ടെന്ന് ഡ്രൈ ആവും. കാരണം നമ്മൾ മൗത്തിൽ കൂടെയാണ് എപ്പോഴും ശ്വാസം എടുക്കുന്നതും വിടുന്നതും. പിന്നെ വേറൊരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോഴോ, നമ്മൾ വെള്ളം കുടിച്ചിറക്കുക അല്ലെങ്കിൽ കഴിച്ചിട്ടിറക്കുക. അപ്പം അത് നമ്മൾ ബ്രീത്തിങ്ങൂടെ വായിക്കൂടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് പറ്റത്തില്ല. ആ ഒരു ഡിഫിക്കൽട്ടി എന്തായാലും ആ ഒരു ഫുൾ 1 ഡേ കാണും. പിന്നെ ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടായതെന്ന് വെച്ചാൽ, എനിക്ക് ചെയ്ത മൂക്കിൻ്റെ സൈഡ്, എൻ്റേത് റൈറ്റ് സൈഡായിരുന്നു. സോ റൈറ്റ് സൈഡിൽ എനിക്ക് ഹെഡ് ഏക്ക് പ്ലസ് സ്ലൈറ്റായിട്ടൊരു വലത്ത് ചെവിയിലൊരു ചെറിയ വേദന പോലെയും ഉണ്ടായിരുന്നു. അത് എൻ്റെ അനുഭവമാണ്. അത് മറ്റൊരാൾക്ക് അങ്ങനെ ആവണം എന്നില്ല. മേ ബി ചിലപ്പോൾ എനിക്ക് എൻ്റെ അന്നത്തെ ഉറക്കം ശരിയാവാഞ്ഞതുകൊണ്ടുമായിരിക്കാം ഹെഡ് ഏക്ക്. സോ അതായിരുന്നു സർജറി ഡേ. പിന്നെയുള്ള നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത്, അതായത് ഡിസ്ചാർജ് ഡേ ആണ്. സപ്പോസ് ഇഫ് ഞാൻ മൺഡേയിൽ അഡ്മിറ്റായി, ട്യൂസ്ഡേ സർജറി ആണെങ്കിൽ വെനസ്ഡേ മോർണിംഗ് ഡോക്ടർ വന്ന് നമ്മളെ ചെക്കപ്പ് ചെയ്തതിന് ശേഷം നമ്മളെ ഡിസ്ചാർജ് ചെയ്യും. പക്ഷേ ഞങ്ങൾക്ക് ഇൻഷുറൻസ് റിലേറ്റഡ് ക്ലെയിം ചെയ്യേണ്ടതുകൊണ്ട് അന്ന് ലേറ്റായാണ്, 3rd ഡേ ലേറ്റ് ഒരു ഈവനിങ് ആയപ്പോഴാണ് ഞങ്ങൾ ഡിസ്ചാർജ് ആയത്. സോ അന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം മോർണിംഗിൽ ഡോക്ടർ വന്ന് നമ്മുടെ 2 മൂക്കിലെയും ആ ബ്ലോക്കേജ് എടുക്കും. എനിക്ക് വാട്ട് ഐ ഫെൽറ്റ് ഈസ്, ഡോക്ടർ റിമൂവ്ഡ് 2 ബോൾ ലൈക്ക് തിങ്സ് ഫ്രം ദ 2 നോസസ്. ആൻഡ് സോ അവിടെ എന്താണെന്ന് പറഞ്ഞാൽ, അത് ത്രോട്ടിൽ നിന്ന് എന്ന് വെച്ചാൽ ത്രോട്ട് വരെ സർജറിയുടെ സമയത്ത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെനിക്ക് തോന്നുന്നു ലങ്സിലോട്ട് ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ അല്ലെങ്കിൽ എൻറ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ബ്ലോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ത്രോട്ട് വരെ. സോ നമ്മുടെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം അത് ത്രോട്ടിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ നോസ് വഴിയാണ് അത് എടുക്കുന്നത്. സോ അതൊരു ഡിഫിക്കൽട്ട് പാർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതെടുത്തതിനൊരു ശേഷം ഒരു 1 hour എനിക്ക് ഫുള്ളൊരു വല്ലാത്ത സിറ്റുവേഷൻ. പെയിനാണോ എന്ന് ചോദിച്ചാൽ പെയിൻ പ്ലസ് എന്തോ ഒരു സിറ്റുവേഷൻ, നമ്മുടെ തൊണ്ടയിൽ നിന്ന് എന്തോ എടുത്ത് അങ്ങനെ ആ ഒരു ഫീലിംഗ് ആയിരുന്നു ഒരു 1 hour. പിന്നെ ഒരു 2 days എനിക്ക് നെക്കിൻ്റെ പാർട്ടും അതെന്തോ എനിക്ക് വെച്ചതെന്നൊന്നും ഞാൻ കണ്ടില്ല. നെക്കിൻ്റെ ഫുൾ പാർട്ട് എനിക്ക് തിരിക്കാനൊക്കെ ഒരു 2-3 days ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. സോ ഡിസ്ചാർജായി വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ 1 week ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു ഫ്രം വർക്ക്. കംപ്ലീറ്റ് റെസ്റ്റ് എന്നുള്ള സങ്കല്പത്തിലാണ് എടുത്തതെങ്കിലും, ബട്ട് കുട്ടികളുള്ളതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാൻ പറ്റില്ലല്ലോ. സോ ടുക്ക് ഹാഫ് റെസ്റ്റ്
ഫോർ 1 വീക്ക്. 6 ഡേയ്സ് കഴിഞ്ഞുള്ള എന്നെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ റിക്കവറി ടൈം ലൈൻ എന്ന് പറയുന്നത് 2 വീക്സ് അല്ലെങ്കിൽ 7 to 10 ഡേയ്സ് എന്ന് നമുക്ക് പറയാം. ഇതിപ്പോൾ ഇനി എനിക്ക് 9th ഡേ, അതായത് സർജറി കഴിഞ്ഞ് 9th ഡേ, അതായത് 2 ഡേയ്സ് കഴിയുമ്പോൾ എനിക്ക് ഡോക്ടറിനെ കാണണം. സോ ഡോക്ടർ വിൽ ക്ലീൻ ദ നോസ്. അതിന് ശേഷമേ എനിക്കൊരു ഫീഡ്ബാക്ക് എൻ്റെ നോസിനെ കുറിച്ച് പറയാനാകൂ. ആൻഡ് ഓൾസോ ഇപ്പോൾ സ്റ്റിച്ച് ഉണ്ട് മൂക്കിൽ, ദാറ്റ് വിൽ ഗോ ഓട്ടോമാറ്റിക്കലി. ഓൾസോ സർജറി ചെയ്ത് കഴിഞ്ഞ് 1 വീക്ക് നമുക്ക് ഒരു ബ്ലീഡിങ് ചെറിയ രീതിയിൽ നോസിൽ കൂടെ ഉണ്ടാകും. അതും വളരെ സ്ലൈറ്റായിട്ടേ ഉള്ളൂ. പിന്നെ കൂടുതലും നമുക്ക് കഫം പോലെ നമുക്ക് തുപ്പുമ്പോൾ ക്ലോട്ടഡ് ബ്ലഡ് കൂടി അതിൻ്റെ കൂടെ പോകുന്നതായിട്ട് നമുക്കൊരു ഫസ്റ്റ് 1 വീക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ക്യൂർ ആയതിനു ശേഷമുള്ള ഫീഡ്ബാക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇനി ചായ കുടിച്ചിട്ട് ബാക്ക് ടു വർക്ക്, ആൻഡ് ഐ വിൽ കം വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ ബൈ ആൻഡ് ഹാവ് എ ഗുഡ് ഡേ.